വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന വേദിയിൽ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ 3 കോടി എന്ന് പറയുന്നത് ഇത് വളരെയധികം മനുഷ്യസ്നേഹികളായിട്ടുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തിയിലോട്ട് ഒരുപാട് പേര് അതിലേക്ക് തയ്യാറായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഡോഫ് കെറ്റിൽ ബോംബെയുടെ സുബോധ് മേനോൻ എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ രാഹത്ത് എന്നുള്ള ഒരു സിനിമയിൽ നിന്ന് അവരും കൂടി ചേർന്നിട്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഇപ്പോൾ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തത് നിങ്ങളിവിടുന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ലെന്ന്. ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കയിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാതെ തന്നെ ആ LP സ്കൂൾ റീജനുവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുകയാണ്. മുണ്ടക്കൈ LP സ്കൂൾ പിന്നല്ല, എനിക്ക് ഈ സ്ഥലം അറിയാം, ഞാനിവിടെ വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് പണ്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു, അതിലെ ചില ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സ്കൂളിലൊക്കെ 50,000 കുട്ടികളാണ് മിസ്സായി പോയിട്ടുള്ളത്. ഒരുപാട് ഇമോഷൻ നമ്മളിന്ന് കാണുന്നുണ്ട്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അതാ ഞാൻ പറഞ്ഞത്, നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾക്കും ആലോചിക്കാം, എല്ലാവർക്കും ആലോചിക്കും, ഒരു ചെറിയ കുട്ടികൾക്ക് വരെ. തീർച്ചയായിട്ടും അത് നമുക്ക് വേറൊരു കാര്യമാണല്ലോ. ആദ്യം അവരെല്ലാവരും തീരുമാനിക്കും. സൈന്യം പറഞ്ഞത് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്രയും കാലം രക്ഷാപ്രവർത്തനത്തിലും ഈ ആദ്യഘട്ടത്തിൽ മോഹൻലാൽ നേതൃത്വം നൽകുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി രൂപയാണ് അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി നൽകുന്നത്. ഒപ്പം തന്നെ മേജർ രവി അറിയിച്ചത് മുണ്ടക്കയിലെ LP സ്കൂൾ, ആ സ്കൂൾ അവിടെ പുനർനിർമ്മിച്ച് നൽകാൻ കൂടി വിശ്വശാന്തി ഫൗണ്ടേഷൻ തയ്യാറാകുന്നു എന്നതാണ്. അതിനുശേഷം ആദ്യഘട്ടത്തിൽ ഈ ഒരു പദ്ധതികളാണ് പ്രഖ്യാപിക്കപ്പെട്ടതെങ്കിൽ തുടർന്ന് അങ്ങോട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം കൂടുതൽ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ, കൂടുതൽ പദ്ധതികളുടെ ആവശ്യം വരികയാണെങ്കിൽ ആ രീതിയിൽ അത് പരിഗണിക്കുന്നതാണ് എന്ന് കൂടി അറിയിച്ചു. ഒപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം 122 ഇൻഫൻട്രി ബറ്റാലിയൻ, അതാണ് അദ്ദേഹം അംഗമായ ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയനാണ്. അവരാണ് ആദ്യത്തെ 40 അംഗ സംഘമാണ് കണ്ണൂരിൽ നിന്നും മുണ്ടക്കയിലേക്കും ചുരൽപ്പാറയിലേക്കും എത്തി രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ആ ഒരു ബറ്റാലിയൻ്റെ ഭാഗമായി നിന്നു കഴിഞ്ഞ 16 വർഷമായി അദ്ദേഹം ആ ബറ്റാലിയൻ്റെ ഭാഗമാണ്. അത് താൻ കൂടി അംഗമായ ആ ബറ്റാലിയൻ നടത്തിയ ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് അതുകൂടി നേരിട്ട് കണ്ടറിയുകയായിരുന്നു മോഹൻലാൽ. ഒപ്പം തന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം, എല്ലാവർക്കും അവർക്ക് നഷ്ടപ്പെട്ടത് എന്താ അതൊരിക്കലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. പക്ഷേ അവർക്ക് മുന്നോട്ട് ഇനി എന്ത് വഴി, അല്ലെങ്കിൽ അതിനൊരു വഴി വെട്ടാൻ, അതിന് എന്തെങ്കിലും രീതിയിൽ സഹായകരമാവുന്ന പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് കടക്കണമെന്ന് കൂടിയാണ് അറിയിച്ചത്. വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ 3 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം മുണ്ടക്കയിലെ തകർന്നുപോയ LP സ്കൂൾ അത് പുനർനിർമ്മിച്ചു നൽകും എന്നുകൂടി ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. തുടർന്നുള്ള സഹായങ്ങൾ വേണ്ട വിധത്തിൽ അപ്പോഴത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആലോചിക്കാവുന്നതാണ് എന്നുകൂടി അദ്ദേഹം അറിയിച്ചു. ഒപ്പം വളരെ സങ്കടകരമായ അവസ്ഥയാണ്, അത് നേരിട്ട് കണ്ടറിയുമ്പോൾ അതിഭീകരമായൊരു ദുരന്തമാണ് നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചത് എന്ന് മനസ്സിലാകുന്നു. അത് നേരിട്ടറിയുകയും ആ വേദനയിൽ പങ്കുചേരുകയും അവർക്ക് കഴിയാവുന്ന രീതിയിൽ അവരെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാവുന്ന രീതിയിൽ എന്ത് ഇടപെടലാണ് സാധ്യമാകുന്നത് അതുകൂടി ഇപ്പോൾ നമ്മളോട് അറിയിക്കുകയായിരുന്നു മോഹൻലാൽ ചെയ്തത്.